തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറെ പ്രതിയേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സുമയ്യയുടെ സഹോദരന്റെ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 4 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. യുവതിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും വിശദീകരണമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പോലീസിനൊപ്പം തന്നെ DMOയ്ക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 ദിവസത്തിനകം കുടുംബത്തിന് മറുപടി നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഗൈഡ് വെയർ നെഞ്ചിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വാദം. ഇന്നത് ചികിത്സയ്ക്ക് ശേഷം അത് പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നും അത്തരത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് കളം മാറ്റി ചവിട്ടിയത്. IPC 336, 338 എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം ഈ കേസിൽ ഡോക്ടർ മാത്രമാണ് പ്രതി. കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായി നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല. വകുപ്പ് തല അന്വേഷണവും സമാന്തരമായി പോലീസ് അന്വേഷണവും പുരോഗമിക്കും. ഇതിൽ നിന്നും കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം ഡോക്ടർ കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഇതോടെ കുരുക്കിലായ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പിലൂടെ നടത്തിയത്. അതിനുശേഷം മാധ്യമ ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചതോടെ ഇന്ന് നിലപാട് മാറ്റുകയായിരുന്നു. കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.